നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ചിലവുമില്ലാതെ സമൂഹത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് മൂക്കുകയറിടാൻ വാട്സപ്പ് തീരുമാനം. വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നത് നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി വാട്സപ്പ് ഇന്ത്യ മേധാവി അഭിജിത് ബോസ്. സ്വകാര്യ സന്ദേശങ്ങൾ അയക്കുന്നത് നിയന്ത്രിക്കുന്നത് തന്നെയാണ് സുരക്ഷയ്ക്ക് പ്രാഥമികമായി വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. വൈറൽ ഉള്ളടക്കങ്ങളെ നിയന്ത്രിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികളിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. എന്നാൽ തീർന്നിട്ടില്ല, ഇനിയും ഞങ്ങൾക്ക് ഏറെ ചെയ്യാൻ കഴിയും, ബോസ് പറഞ്ഞു. ഈ വർഷമാണ് വാട്സപ്പ് ഇന്ത്യയുടെ മേധാവിയായി അഭിജിത് ബോസ് ചുമതലയേറ്റത്. ഗുരുഗ്രാം ആസ്ഥാനമാക്കിയാണ് വാട്സപ്പിന്റെ ഇന്ത്യൻ ശാഖ പ്രവർത്തിക്കുന്നത്. 20 കോടിയിലധികം സ്ഥിരം ഉപയോക്താക്കളുണ്ട് ഇന്ത്യയിൽ. വാട്സപ്പിന്റെ വലിയ വിപണിയാണ് ഇന്ത്യ. ആഗോളതലത്തിൽ 150 കോടിയിലധികം ഉപയോക്താക്കളുണ്ട്. ഏറെ നാളുകളായി ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്നും വാട്സപ്പ് സമ്മർദ്ദം നേരിടുന്നുണ്ട്. വാട്സപ്പ് വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെയും തെറ്റായ വിവരങ്ങളെയും നിയന്ത്രിക്കണമെന്നും ഭീകരവാദം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കപ്പെടുന്നത് ഒഴിവാക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. ഇതിനെ തുടർന്ന് സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി ചാറ്റുകളുടെ എണ്ണം 5 ആക്കി കുറച്ചിരുന്നു. ഇന്ത്യയിൽ അവതരിപ്പിച്ച ഈ ഫീച്ചർ പിന്നീട് ആഗോളതലത്തിൽ കൊണ്ടുവരികയും ചെയ്തു. കൂടാതെ ഫോർവേഡ് ലേബൽ, സസ്പീഷ്യസ് ലിങ്ക് പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും വാട്സപ്പ് അവതരിപ്പിച്ചു. വാട്സപ്പ് പേയ്മെന്റ് സേവനം അവതരിപ്പിക്കുക എന്നതായിരിക്കും വാട്സപ്പ് ഇന്ത്യയുടെ പ്രധാന ഉദ്യമങ്ങളിൽ ഒന്ന്. പ്രാദേശികമായ വിവരങ്ങൾ സൂക്ഷിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് വാട്സപ്പ് പേയ്മെന്റ് സംവിധാനം ഇപ്പോഴും ഔദ്യോഗികമായി അവതരിപ്പിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഫീച്ചർ ഇപ്പോഴും ബീറ്റ മോഡിലാണുള്ളത്. ഓരോ കാലത്തിനും അനുസരിച്ചുള്ള മാറ്റം ടെക്നോളജിയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മൊബൈലുകൾ ആൻഡ്രോയിഡുകളായതും കൂടുതൽ സാധ്യതകൾ ഉണ്ടായതും. ലോകം തന്നെ ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്ക് മുന്നിൽ തുറന്നപ്പോൾ സാധ്യതകൾക്കൊപ്പം വിധ്വംസക പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. ഇത് ലോകത്ത് തന്നെ തലവേദന സൃഷ്ടിക്കാൻ തുടങ്ങി. ഇതിൽ പ്രധാനമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. വാട്സപ്പിലൂടെ പെൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോകൾ അയച്ചു കൊടുക്കുന്നതും അശ്ലീല വാട്സപ്പ് ചാറ്റുകൾ നടത്തുന്നതും പലയിടത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് ഇത്തരം വീഡിയോകൾ ഷെയർ ചെയ്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്നതും ഇന്ന് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. മാത്രമല്ല, വ്യക്തിപരമായ വിവരങ്ങൾ വാട്സപ്പ് ഉപയോഗത്തിലൂടെ ചോർന്ന് ചൂഷണത്തിനിരയാകുന്നവരും നമ്മുടെ നാട്ടിൽ ഏറെയാണ്. വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തി അത് വെച്ച് വിലപേശി സ്വകാര്യ ചിത്രങ്ങളും മറ്റും ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കുമെതിരെ എതിർകക്ഷികൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും സാധാരണമാണ്. തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നതോടെയാണ് ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. ഇതിലൂടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായയെയും തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനെയും തന്നെ ഇത് ബാധിച്ചേക്കാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇത്തരം രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾക്കും അജണ്ടകൾക്കും രാഷ്ട്രീയ പ്രവർത്തകർ ഉപയോഗിക്കുന്നത്. വാട്സപ്പിന്റെ ദുരുപയോഗം രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാണ്. രാജ്യവിരുദ്ധ സന്ദേശങ്ങളും വ്യാജ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പ്രചരിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി തന്നെയാണ്. ഇക്കഴിഞ്ഞ കാശ്മീർ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും ഇതുപോലെ വാട്സപ്പിലൂടെ പ്രചരിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഇത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. ഇത് ഒരു സൈബർ കുറ്റകൃത്യം തന്നെയാണ്. കൂടാതെ ഇതിനെ രാജ്യദ്രോഹ കുറ്റമായിട്ട് പോലും കണക്കാക്കാവുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിൽ വാട്സപ്പ് ഉപയോഗത്തിന് കൈവരുന്ന നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.